യെസ്, കോട്ടക്കലിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. അന്വേഷണം മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കൃത്യമായ അന്വേഷണം അതിന്റെ സമയത്ത് നടക്കും. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ തുടർ പരിശോധനകളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുന്നു എന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഷെയ്തൽ ഗോപാൽ ശിലാസനൽ ചേരുന്നു. ഗോപാൽ, അടുത്ത ഘട്ടം എന്നോണം അന്വേഷണത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതുവരെ ആളുകൾ ആരൊക്കെ എന്നൊക്കെയുള്ളത് അതത് സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടാകാം അല്ലേ? ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് ഉത്തരവുകളും ഇവരുടെ പട്ടികയും എല്ലാം കൈമാറിയിട്ടുണ്ട് എന്നതാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ധനമന്ത്രി തയ്യാറായിട്ടില്ല. കാരണം ഇന്നലെ കോട്ടയ്ക്കലിലെ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അനർഹരായിട്ടുള്ളവർക്കെതിരെ ക്രിമിനൽ കേസ് അടക്കം എടുത്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും തുടക്കത്തിൽ അത്തരത്തിലേക്കൊരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നും തുടർന്നുള്ള പരിശോധനകൾ നടത്തി വേണമെങ്കിൽ അത്തരം നടപടികൾ ആലോചിക്കാവുന്നതാണ് എന്ന തരത്തിലേക്ക് ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടിയായിരുന്നു ഈ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. കൂടാതെ ഇതൊരു ഒറ്റപ്പെട്ട അത്ര വ്യാപകമായ രീതിയിലേക്കുള്ളൊരു സംഭവമായി പരിഗണിക്കാൻ കഴിയില്ല എന്നും കൃത്യമായി ധനവകുപ്പിന്റെയും മറ്റു വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇതിൽ തുടരന്വേഷണവും കൃത്യമായി പണം തിരിച്ചു പിടിക്കലും അടക്കം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന തന്നെ എന്നും അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. കൂടാതെ ബന്ധപ്പെട്ട ഇത് ധനവകുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കമുള്ള മറ്റു വകുപ്പുകളുമായി സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് മിന്നൽ പരിശോധനകൾ അടക്കം വരുന്ന ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മിന്നൽ പരിശോധനകളും ധനവകുപ്പിന്റെ കീഴിലുള്ള മറ്റ് വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും എല്ലാം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.